Hi dears, welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സാമ്പാറാണ് കേട്ടോ. ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ സദ്യ സ്പെഷ്യൽ സാമ്പാർ തന്നെയാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇതുപോലെ അല്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണിത്. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്, നല്ലൊരു മണവും ചോറിന് വേറെ ഒന്നും വേണ്ട, അത്രയ്ക്ക് രുചിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഞാൻ പരിപ്പൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അരക്കപ്പ് അളവിൽ പരിപ്പ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി 250 ml കപ്പിന് 4 കപ്പ് അളവിൽ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പരിപ്പൊന്നങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. പരിപ്പൊന്നങ്ങ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വഴുതന, അതുപോലെ മുരിങ്ങക്ക, ക്യാരറ്റ്, മത്തങ്ങ, കുമ്പളം, ഉരുളക്കിഴങ്ങ്, ബീൻസ്, ചേന ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ എടുക്കുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത്, ഒരുപാട് അങ്ങ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ, ഒക്കെ കുറേശ്ശെ മതി. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്നങ്ങ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പാർ പരിപ്പ് വേവിക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ചേന ചേർത്ത് കൊടുക്കാം. നല്ല വേവുള്ളതാണ് ചേന. അപ്പോൾ ചേന ഒരു മിനിറ്റോളം ഒന്നങ്ങ് മീഡിയം ഫ്ലെയിമിൽ വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും അതെ, ജസ്റ്റ് ഒന്നങ്ങ് നന്നായിട്ട് 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അങ്ങ് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റും അതുപോലെ തന്നെ കുമ്പളമാണ് കേട്ടോ. അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം 1 മിനിറ്റൊക്കെ ഒന്ന് അങ്ങ് വേവിച്ചെടുത്താൽ മതി. കാരണം ആദ്യം ചേർത്തതൊക്കെ അപ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പം കൂടുതൽ ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേവുന്ന പച്ചക്കറികൾ പെട്ടെന്ന് വെന്ത് പോകും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് മത്തങ്ങ ചേർത്ത് കൊടുക്കാം. മത്തങ്ങയൊക്കെ പെട്ടെന്ന് വേവുന്നതാണ്. ലാസ്റ്റ് നമുക്ക് ബീൻസും വഴുതന അതുപോലെ തന്നെ മുരിങ്ങക്കായും ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നമുക്കൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉണ്ടല്ലോ, നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നമുക്കൊന്നങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് 1 മിനിറ്റോളം ഇതൊന്നങ്ങ് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ആ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് അതിൽ മിക്സായി വരുന്നത് വരെ വേണം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഞാനൊരു 10ഓളം ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്, കട്ട് ചെയ്തെടുക്കുന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ സാമ്പാർ പൊടി ഒരിച്ചിരി വെള്ളത്തിൽ, ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാർ പൊടിയുടെ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. അതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ലൊരു മണവും ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഞാൻ ഈ കുക്കറിൻ്റെ അടപ്പ് ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വിസിൽ വരുത്തുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഉണ്ടല്ലോ, നമ്മളതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഞാൻ 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടെല്ലാം കൂടി വീണ്ടും ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്കൊരു 2-3 മിനിറ്റോളം ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി അതിനുശേഷം നമ്മളൊന്ന് തുറന്നതിൻ്റെ ശേഷം ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വീണ്ടും നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പച്ചക്കറികളൊക്കെ ആവശ്യത്തിനേ വേവുന്നുള്ളൂ. ഒരുപാട് വെന്തുടഞ്ഞ് വന്നാൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് തന്നെ പോവും. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും ഒന്ന് അങ്ങ് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു 5 മിനിറ്റോളം. എന്നിട്ട് ഒന്നങ്ങ് തക്കാളിയൊക്കെ ഒന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അത് കണ്ടോ, എൻ്റെ കഷ്ണങ്ങളൊന്നും വെന്തുടഞ്ഞ് പോയിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അതുകൊണ്ടാണ് കുക്കറിലിട്ടിട്ട് വിസിലടിപ്പിക്കാതിരുന്നത്, വെന്തുടഞ്ഞ് പോകും അല്ലെങ്കിൽ. അപ്പോൾ പലതിനും പല വേവാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെണ്ടയ്ക്കാണ്. ഞാനിപ്പോൾ 2 വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരുപാട് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കരുത്. വെണ്ടയ്ക്ക നമ്മളെപ്പോഴും വഴറ്റി ചേർക്കുന്നതാണ് നല്ലത്. അങ്ങനെ കഷ്ണങ്ങളുടെ കൂടെ ഇടാതെ ഇതുപോലെ വഴറ്റിയിട്ട് നമുക്കൊന്നങ്ങ് സാമ്പാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. വെണ്ടയ്ക്ക പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ, ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണ്ട. ജസ്റ്റ് ഒന്നങ്ങ് ആ ഒരു പച്ചച്ചൊവ പോകുന്നവരെ ആ കളറ് മാറാതിരിക്കണം. ഇനി സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം.
കടുക് ഒന്ന് അങ്ങ് പൊട്ടി വരുമ്പോൾ ഒരു അര ടീസ്പൂണോളം നമുക്ക് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അത് രണ്ടും ഒന്നങ്ങ് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ ഒരു 6-7 വെളുത്തുള്ളി തൊലിയോട് കൂടി കഴുകിയെടുത്തിട്ട് ഞാൻ ചതച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് നമുക്ക് മൊരിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് മതി. ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നങ്ങ് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളുടെ സാമ്പാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലൊരു മണവും നല്ല സൂപ്പർ ടേസ്റ്റുമാണ് ഇതുപോലെ നമ്മൾ താളിച്ചൊഴിച്ചു കൊടുക്കുമ്പോൾ. ഇനി ലാസ്റ്റ് നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ ടീസ്പൂണാണ് അതിന് ശർക്കരയുടെ പൊടിയും പിന്നെ അതുപോലെ ഒരു അര സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ കുക്കർ അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും ആ നെയ്യിൻ്റെ മണവും അതുപോലെ തന്നെ ഈ താളിച്ചൊഴിച്ചതിൻ്റെ അതൊക്കെ ഒന്ന് അതിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്കും സാമ്പാർ ഒന്ന് തിക്കായിട്ട് വരികയും ചെയ്യും. ഇതാ കണ്ടോ, ഇപ്പം നമ്മളുടെ സാമ്പാറൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണമുണ്ട് ഇത് തുറന്നപ്പോൾ, കുക്കർ തുറക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സാമ്പാർ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോയത് കേട്ടോ. ചോറിന് വേറെ ഒന്നും വേണ്ട ഈ ഒരു സാമ്പാർ ഉണ്ടെങ്കിൽ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിർബന്ധമായിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.